വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആശംസകൾ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നോളാം. ഒരിക്കൽ കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഒരു പയ്യൻ അത്യാവശ്യം കുസൃതിത്തരങ്ങളൊക്കെ ആയിട്ട് നാട്ടിലൂടെ നടക്കുകയാണ്. അപ്പൊ അവന്റെ മാതാപിതാക്കള് അവനെ കണ്ട് ബുദ്ധിമുട്ടി, സമൂഹം അവനെ കണ്ട് ബുദ്ധിമുട്ടി, ഇവനെ എങ്ങനെയെങ്കിലും നന്നാക്കണം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതനായ ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, നമുക്കിവനെ ഒരു യോഗിയാക്കി കളയാം, അല്ലെങ്കിൽ ഒരു സന്യാസിയാക്കി കളയാം, അവനെ സന്യാസി ജീവിതത്തിന് നമുക്ക് അവനെ അയച്ചു കളയാം എന്ന് പറഞ്ഞു. ആ പണ്ഡിതനായ വ്യക്തി അത് പറയാൻ കാരണം അവൻ നന്നാമത്തെ എന്ന ലക്ഷ്യത്തോടു കൂടി പറഞ്ഞതല്ല, അവന്റെ ശല്യം ഈ സമൂഹത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാകുമല്ലോ എന്ന് കണ്ട് പറഞ്ഞതാണ്. അവന്റെ മാതാപിതാക്കൾക്കും സന്തോഷമായി. എന്തായാലും എന്റെ മകനെ സന്യാസിയാക്കാൻ പോവല്ലേ, സന്യാസിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ ലോകം മുഴുവൻ ആദരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഇവരിങ്ങനെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിതൻ തന്നെ പറഞ്ഞു, അന്ന് മലമുകളിൽ വളരെ പ്രസിദ്ധനായ ഒരു ഗുരുവുണ്ട്, ഒരു സന്യാസി വര്യനുണ്ട്, അദ്ദേഹത്തെ നമുക്ക് ഇവനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഈ പയ്യനെ കൊണ്ട് ഇവര് മലയിലേക്ക് പോവുകയാണ്. മലയിൽ ചെന്ന് ഈ സന്യാസിയുടെ അടുത്ത് ഇവരെ ഏൽപ്പിച്ചു. അതിനുശേഷം അവര് തിരികെ പോന്നു. അപ്പോ സന്യാസി ഇവൻ ആദ്യത്തെ ടാസ്ക് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്യാസിയുടെ ആശ്രമമുണ്ട്. ആ ആശ്രമത്തിനെല്ലാം അത് ഓരോ കുറേയേറെ കുന്നുകളുണ്ട്, ഓരോ കുന്നിലും ഓരോ ആശ്രമമാണ്. അപ്പൊ ഇവനെ വേറെ ഒരു കുന്നിലേക്ക് അയച്ചു. അവനോട് പറഞ്ഞു, അവിടെ ഒരു ആശ്രമമുണ്ട്, എനിക്ക് ജീവിക്കാനുള്ള, അതായത് മിനിമം റിക്വയർമെന്റ്സ് ആണ്, നമുക്കറിയാമല്ലോ സന്യാസി ജീവിതം മിനിമം റിക്വയർമെന്റ്സ് ആണ്. അപ്പം അവിടെ നിനക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്, നീ അത് വെച്ച് ഒരു മാസം ജീവിക്കുക, അതിനുശേഷം എന്നെ അത് കാണുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇവൻ സമ്മതിച്ചു. ഇവൻ വളരെ ഒരു ട്രക്കിങ്ങിന് പോകുന്ന ആത്മവിശ്വാസത്തോടു കൂടി ഇവൻ ആ മലയിലേക്ക് പോയി. അവിടെ ചെന്നു. അവിടെ ഇവന് മരൂരി പോലുള്ള വസ്ത്രങ്ങളെല്ലാം ലഭിച്ചു. അവൻ അതെല്ലാം ധരിച്ചു. അതിനുശേഷം ഇവനോട് സന്യാസി പറഞ്ഞിരുന്നു, നീ രാവിലെ എഴുന്നേൽക്കുക, അതിനുശേഷം നിന്റെ പ്രഭാതങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഭക്ഷണവും കഴിച്ചിട്ട് വൈകിട്ട് വരെ ധ്യാനിക്കുക, അതിനുശേഷം വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങുക. 2 നേരത്തെ ഭക്ഷണമേ അവനോട് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇവൻ രാവിലെ നോക്കി കഴിഞ്ഞപ്പോൾ രാവിലെ അത്യാവശ്യം കഴിക്കാനുള്ള വിശപ്പാനുള്ള ഭക്ഷണമുണ്ട്, ഇവനത് കഴിച്ചു. അതിനുശേഷം ഇവൻ ധ്യാനം തുടങ്ങി. ഇവൻ വൈകുന്നേരം വരെ ധ്യാനിച്ചു. ഇവന്റെ ധ്യാനം ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. ഇവന്റെ മനസ്സ് വല്ലാണ്ട് ഡിസ്ട്രാക്റ്റഡ് ആണ്. ഇവൻ ആ ലോകത്ത് എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവന്റെ മനസ്സിലേക്ക് ഫ്ലാഷ് ബാക്കുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന് യാതൊരു രീതിയിലും ഇവനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മനസ്സിനെ നിയന്ത്രിച്ച് കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല, ധ്യാനിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഒരു പടി പോലും മുകളിലേക്ക് ഉയരാനും പറ്റുന്നില്ല. ഇവൻ അവിടെ വളരെയേറെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, ഹോപ്സ് ഉണ്ടായിരുന്നു, വളരെയേറെ പ്രതീക്ഷകൾ ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ഇവന് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ സന്യാസിയെ പോലെ വലിയൊരു സന്യാസി തനിയാണെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇവനവിടെ വന്നത്. പക്ഷെ ഒരു പടി പോലും ഇവന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇവൻ ആപ്പാടെ സങ്കടമായി, ഇവന്റെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവന്റെ മനസ്സ് ആപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. ഇവൻ 2-3 ദിവസം അവിടെ ഇരുന്നു. ഇവൻ നമുക്ക് വീണ്ടും തിരിച്ച് ഈ സന്യാസിയുടെ അടുത്തേക്ക് തന്നെ വന്നുകളയാം തീരുമാനിച്ചു. അവനവിടുന്ന് മലയിറങ്ങി. ഇപ്രാവശ്യം ആദ്യം അങ്ങോട്ട് വളരെ സന്തോഷത്തോടെ ആഘോഷമായിട്ട് പോയവനാണ്. തിരിച്ച് അവന്റെ മനസ്സ് നിറയെ ഭാരങ്ങളുമായിട്ടാണ്, ചിന്താഭാരം, ദുഃഖഭാരം, ധാരാളം ഭാരങ്ങളുമായിട്ടാണ് അവൻ തിരിച്ച് സന്യാസിയുടെ അടുത്ത് വന്നത്. അപ്പൊ അവൻ സന്യാസിയുടെ അടുത്ത് വന്നു പറഞ്ഞു, ഗുരു, എനിക്ക് ഒരു പടി പോലും ഉയരാൻ സാധിക്കുന്നില്ല, എന്റെ മനസ്സ് വളരെയേറെ ഡിസ്ട്രാക്റ്റഡ് ആണ്, ഗുരു എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, നിന്നെ ഞാൻ സഹായിക്കാം, എന്തൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങൾ? ഇവന്റെ പ്രശ്നങ്ങൾ ഓരോന്നായി പറഞ്ഞു. അപ്പൊ ഗുരു ഇവനോട് ആദ്യമേ പറഞ്ഞത്, നിനക്കില്ലാത്ത ഒരു കാര്യം ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ്. അതായത് വൈകാരിക സന്തുലനം നിനക്കില്ല. അതാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമായിട്ട് എടുക്കാം. നമ്മൾ ഓരോരുത്തരും ഒരു പടി പോലും ഉയരാത്തതിന് കാരണം നമുക്കൊന്നും ഈ വൈകാരിക സന്തുലനം അല്ലെങ്കിൽ ഈ പറയുന്ന ഇമോഷണൽ ബാലൻസ് ഇല്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം പല വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ട് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വിജയങ്ങളെല്ലാം അകന്നു പോകുന്നത്. പിന്നീട് നമ്മളെല്ലാം വളരെ ഡിപ്രസ്ഡ് ആയി മാറി, നമ്മുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആവുകയും പിന്നെ നമ്മൾ ഡിപ്രസ്ഡ് ആയി മാറുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് തന്നെ മാർജിനലൈസ്ഡ്, അരികുവൽക്കരിക്കപ്പെട്ട ആളുകളായി മാറും. അപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എനിക്ക് എന്താണ് ഒരു പോംവഴി അങ്ങ് പറഞ്ഞു തരാനുള്ളത്? അപ്പൊ ഗുരു പറഞ്ഞു, നീ അതിനുവേണ്ടി നിനക്ക് ആത്മസംയമനം വേണം എന്ന് പറഞ്ഞു. അതായത് അച്ചടക്കം അല്ലെങ്കിൽ ഡിസിപ്ലിൻ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഗുരുവിനോട് ചോദിച്ചു, ഗുരുവേ, ഡിസിപ്ലിൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഗുരു പറഞ്ഞു, ധാരാളം മാർഗങ്ങളുണ്ട്. ഡിസിപ്ലിൻ തന്നെ 2 രീതിയിലുണ്ട്. ഒന്ന് സെൽഫ് ഡിസിപ്ലിൻ.
സെൽഫ് റെഗുലേഷൻ, നിനക്ക് സ്വയം നിന്നെ നിയന്ത്രിക്കാം. രണ്ടാമത് മറ്റൊരു എക്സ്റ്റേണൽ ഡിസിപ്ലിൻ, അത് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകളാൽ നടത്തപ്പെടുന്ന ഡിസിപ്ലിൻ. ഇത് രണ്ടും നിന്റെ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കും. ഒരു സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഏകദേശം ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒന്നിച്ചു വരുന്നതാണ്. ആത്മസംയമനം അല്ലെങ്കിൽ ഇന്റേണൽ ഡിസിപ്ലിനും എക്സ്റ്റേണൽ ഡിസിപ്ലിനും. ഇന്റേണൽ ഡിസിപ്ലിൻ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വരണം. അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുകയും ആ ബോധ്യത്തിൽ നിന്നാണ് ഇന്റേണൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. എക്സ്റ്റേണൽ ഡിസിപ്ലിൻ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടും. മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒരു ഡിസിപ്ലിനാണ്. അതിൽ ശാസന ഉണ്ടാവും, ചിലപ്പോൾ അടി തരുമായിരിക്കും, ചിലപ്പോൾ ചെറിയ ചെറിയ ശിക്ഷിക്കലുണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ ഒരു സ്നേഹവും കരുതലുമുണ്ട്. എന്നാൽ സമൂഹം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഈ സമൂഹം അല്ലെങ്കിൽ പോലീസ് അങ്ങനെയുള്ള ആളുകൾ, പക്ഷെ ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ക്രൂരവും വെറുപ്പും നിറഞ്ഞതായിരിക്കും. ആ ഡിസിപ്ലിൻ നിങ്ങളെ നന്നാക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആ മൂന്നാമത്തെ ഡിസിപ്ലിനിലേക്ക് പോകരുത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഡിസിപ്ലിനിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കണം. ഈ ചുമരിന്റെ ഏറ്റവും ബാക്കിൽ തൂക്കിയിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഒരു വ്യക്തി കൈ കെട്ടി അനന്തതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു വ്യക്തി. സ്വാമി വിവേകാനന്ദന്റെ പടമാണ്. വിവേകാനന്ദന്റെ കഥയൊന്നും അല്ലാട്ടോ ഞാൻ പറയുന്നത്. ഈ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ യശസ് അമേരിക്ക വരെ എത്തിച്ച ആളാണ് അദ്ദേഹം. ഇദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്, കേരളം ഭ്രാന്താലയമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും കേരളം ഭ്രാന്താലയമാണ് എന്ന്. പക്ഷെ ആ സാമൂഹ്യ വ്യവസ്ഥിതിയെക്കാളും വളരെ നീചമായിരുന്നു അന്ന് കേരളത്തിലെ ആളുകളുടെ മനസ്സ്. അവരുടെ മനസ്സ് അത്രയേറെ കലുഷിതമായിരുന്നു, അത്രയേറെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ കേരളം ഭ്രാന്താലയമാണെന്ന്. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് നന്നാക്കൂ. മനസ്സ് നന്നാക്കി നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തെ നന്നാക്കൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തരും സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നിങ്ങളെല്ലാവരും ഉയർന്ന വിജയത്തിലേക്ക് എത്തും. അതിനുള്ള ഏറ്റവും നല്ല ഒരു മൈൽ സ്റ്റോൺ ആണ് ഇന്ന്. നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ ധാരാളം കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്നിപ്പോൾ ആരും അറിയിക്കില്ല. അവരെല്ലാവരും ഇതുപോലെ ഡിസിപ്ലിൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഓരോരോ ലക്ഷ്യങ്ങൾ നേടിയവരാണ്. സോ അവരെ നിങ്ങൾ മാതൃകയാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് പോവുക. വലിയ വലിയ പ്രതീക്ഷകൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുക. പക്ഷെ അതൊരിക്കലും ആഗ്രഹങ്ങളിലേക്ക് നീങ്ങരുത്. ആഗ്രഹം എന്ന് പറയുന്നത് ഒരു തീരെ ചെറിയ ഒരു കാഴ്ചപ്പാടാണ്. അതിലും വലിയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്രതീക്ഷകളാണ്. പ്രതീക്ഷകളായിരിക്കണം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. ആ പ്രതീക്ഷകൾക്കൊപ്പം നിങ്ങൾ സ്വപ്നങ്ങൾ കാണും. നിങ്ങൾ ജീവിതത്തിൽ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക. എന്റെ കടമ എന്ന് പറയുന്ന ആശംസകൾ അറിയിക്കുകയാണ്. ഇവിടെ സമ്മാനം വാങ്ങിയ എല്ലാ കുട്ടികളെയും ഞാൻ ആത്മാർത്ഥമായി ദൈവത്തിന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉന്നത വിജയങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് പുതുതായി ചേരാൻ വന്നിരിക്കുന്ന കുട്ടികൾ ധാരാളം പ്രതീക്ഷകളോടെ ആയിരിക്കണം വന്നത്. ധാരാളം ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് പ്രതീക്ഷകളായിരിക്കണം വേണ്ടത്. നിങ്ങൾ ആ പ്രതീക്ഷകൾ നിറവേറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തണം. അച്ചടക്കത്തോടു കൂടിയുള്ള കഠിന പ്രയത്നം നടത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായി പറ്റുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി.